ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവും ഞാൻ എൻ്റെ ചെടികളിലേക്ക് അടുത്തേക്ക് പോയിട്ട്. ഒരുമാതിരി ഒരു വൃത്തികെട്ട ചുമയായിരുന്നു. എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് പനിയൊക്കെ ആയിരുന്നു. ചുമ കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു എന്ന് പറയാം, അത്രേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് വിട്ട് പോയിട്ടൊന്നുമില്ല. എന്നാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഇന്നലെയാണ് കേട്ടോ ചെടിയുടെയൊക്കെ അടുത്തേക്ക് ഒന്ന് പോയത്. നിറയെ പുല്ല് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടിച്ചട്ടിക്കകത്തോടെയും അല്ലാതെ അതിൻ്റെ ആ ഒരു ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ അതിനിടയിലെല്ലാം. അപ്പോൾ ഇന്ന് പോയിട്ട് അതെല്ലാം ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ചെടിയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു മരുന്നടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ത്രിപ്സിനും മൈറ്റ്സിനും വേണ്ടിയിട്ട്. എന്താണെങ്കിലും മരുന്ന് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ നോക്കുമ്പോൾ നല്ല ഫ്ലവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. പുതിയ പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു, എക്സഡസിന് പകരമായിട്ട് ത്രിപ്സിനും മൈറ്റ്സിനും വേണ്ടിയിട്ട് നമുക്ക് വേറെ എന്ത് മരുന്നാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അടിപൊളിയായിട്ടുള്ള മരുന്നുണ്ട് കേട്ടോ. അപ്പം മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാവേ. എന്നാണെങ്കിലും ഇന്നത്തെ റോസ് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.